കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് സെഷനാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഫോർ PSC മൾട്ടി ഡിസിപ്ലിനറി ലേണർ BPHCT 131 എന്ന് പറയുന്ന പേപ്പറാണ് മെക്കാനിക്സ് എന്ന് പറയുന്ന നമ്മുടെ ഫിസിക്സിൽ ഒരു പേപ്പറാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് കോമ്പിനേഷനിൽ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ഫിസിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ വരുമ്പോഴത്തേനും വരുന്ന ഒരു പേപ്പറാണ് മെക്കാനിക്സ്. ആ മെക്കാനിക്സിന്റെ പേപ്പർ ഈ ഡിസംബർ എക്സാം എഴുതാൻ പോകുന്ന ലേണേഴ്സിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ എന്താ പറയാ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് അതിൽ കൂടുതൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മെക്കാനിക്സ് എന്ന് പറയുന്ന ഈ പേപ്പർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് വൈസ് ആണ്. അത് പിന്നെ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദെൻ സബ് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. സിലബസ് മാപ്പിംഗ് വഴി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, യൂണിറ്റ്സ്, സബ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നായിരിക്കും സിലബസ് മാപ്പിംഗിൽ ചെയ്യുന്നുണ്ടാവും. ബ്ലോക്ക് വൈസ് ആയിരിക്കും അത് ചെയ്യുന്നുണ്ടാവാം. ദെൻ വിൽ ഗോ ഫോർ എക്സാം പാറ്റേൺ അനാലിസിസ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, ഇന്റേണൽ ചോയ്സസ് ആണോ, എക്സ്റ്റേണൽ ചോയ്സസ് ആണോ, ഏതൊക്കെയാണ് ജൂൺ എക്സാമിലും ഡിസംബർ എക്സാമിലും ഒക്കെ ലൈക്ലി ഹാപ്പൻ ചെയ്തിരിക്കുന്നത്, ഇങ്ങനത്തെ എക്സാം പാറ്റേൺ അനാലിസിസ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവാം. ദെൻ വിൽ ഗോ ഫോർ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു കോമ്പിനേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര തവണ എങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂവിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഏതൊക്കെയാണ് നമ്മൾ റിസ്ക് ഫ്ലാഗ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നോക്കേണ്ടത്, അതായത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതിന്റെ മീഡിയം പ്രോബബിലിറ്റി ഏതാണ്, ലോ പ്രോബബിലിറ്റി ഏതാണ്, അങ്ങനെ അതായത് റെലവൻസ് അനുസരിച്ച് ഇപ്പൊ നമുക്ക് മനസ്സിലായ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇതൊക്കെ ഈ ഒരു എക്സാമിന് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ. ശേഷം ഒരു മെത്തഡോളജി കോൾ ഔട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും. മെത്തഡോളജി കോൾ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇഫക്റ്റീവ് ആയിട്ട് സ്ട്രാറ്റജിക്കലി നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഏറ്റവും ലാസ്റ്റ് ഒരു മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പറും അതുപോലെ തന്നെ മോഡൽ ആൻസേഴ്സും അതിന്റെ മാർക്കിംഗ് സ്കീമും കൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് വൺ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. അപ്പം ഇതിന്റെ റെലവൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 തവണ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏരിയയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഹൈ റെലവൻസ് ആണ്. മീഡിയം പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 5 to 9 ടൈംസ് അത് അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ലോ റെലവൻസ് എന്ന് പറയുമ്പോൾ 5 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ലെസ് ദാൻ 5 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോ റെലവൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഈ ടേബിൾ നിങ്ങൾ നോക്കുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും, മാത്തമാറ്റിക്കൽ പ്രിലിമിനറീസ് എന്ന് പറയുന്ന ബ്ലോക്ക് 1 വെക്ടർ ഓൾജിബ്ര, ഡോട്ട്, ക്രോസ് അഡിഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ലോ പ്രോബബിലിറ്റി ആണുള്ളത്. ബ്ലോക്ക് 1 വെക്ടർ ഓൾജിബ്ര 2 വരുമ്പോഴത്തേനും എന്താണ്, അതിനും ലോ പ്രോബബിലിറ്റി ആണ് കാണാനായിട്ട് നമുക്ക് പറ്റുന്നത്. പിന്നെ ബ്ലോക്ക് 1 ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, വേരിയബിൾ സെപ്പറബിൾ, ക്ലാസിഫിക്കേഷൻ, എക്സാക്ട് ഇത് എന്നൊക്കെ പറയുന്നതിന് മീഡിയം പ്രോബബിലിറ്റി ആണുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ്, ഓക്സിലറി ഇക്വേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് ലോ പ്രോബബിലിറ്റി ആണ്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് നോക്കുമ്പോഴത്തേനും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കേണ്ടത്, ഈ ബ്ലോക്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് യൂണിറ്റ് 3 ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചു കണ്ടിരിക്കുന്ന ബ്ലോക്ക് 2 ന്യൂട്ടൺസ് ലോസും അതിന്റെ ഫ്രെയിം ഓഫ് റെഫറൻസും ആണ്. ഏതൊക്കെ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എടുക്കേണ്ടത് എന്നുള്ളത്. പിന്നെ ഫോഴ്സസ്, ഫ്രിക്ഷൻ, ടെൻഷൻ, സർക്കുലർ മോഷൻ, അതിനൊരു മീഡിയം പ്രോബബിലിറ്റി ഉണ്ട്. ബാക്കിയുള്ള ഗ്രാവിറ്റേഷൻ, ലീനിയർ മൊമെന്റം, ഇൻപൾസ്, റോക്കറ്റ്, വർക്ക് എനർജി, കൈനറ്റിക് എനർജി, പവർ, പൊട്ടൻഷ്യൽ എനർജി, സ്റ്റെബിലിറ്റി, ഇതൊക്കെ ലോ പ്രോബബിലിറ്റി ആണ്. പക്ഷെ എങ്കിലും ഇതൊന്നും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മെക്കാനിക്സിലെ കോർ കൺസെപ്റ്റ്സ് ഒക്കെ വരുന്നത് ബ്ലോക്ക് 2 അതുകൊണ്ട്. ഓക്കെ,
പിന്നെ മീഡിയം പ്രോബബിലിറ്റിയിൽ വരുന്നത് നമ്മുടെ ബ്ലോക്ക് 3 റൊട്ടേഷണൽ മോഷൻ ആൻഡ് മിനി പാർട്ടിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ സിംഗിൾ പാർട്ടിക്കൽ സിസ്റ്റം പറയാറുണ്ട്, മിനി പാർട്ടിക്കൽ സിസ്റ്റം പറയാറുണ്ട്, ഡുവൽ പാർട്ടിക്കൽ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ പല പാർട്ടിക്കൽ സിസ്റ്റംസ് പറയാറുണ്ട്. അതിൽ സെൻട്രൽ ഫോഴ്സസ്, അതിന്റെ ഓർബിറ്റ്, കെപ്ലേഴ്സ് ലോസ്, സാറ്റലൈറ്റ്സിന്റെ ഓർബിറ്റൽസ്. നമ്മൾ ന്യൂട്ടൺസ് ലോസ് പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കെപ്ലേഴ്സ് ലോസ് എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ മീഡിയം പ്രോബബിലിറ്റിയാണ്. ബാക്കിയുള്ള കൈനമാറ്റിക്സ് എല്ലാം റൊട്ടേഷണൽ കൈനമാറ്റിക്സ് ആയിക്കോട്ടെ, കൺസർവേഷൻ ലോസ് ആയിക്കോട്ടെ, അതിന്റെ കൊളീഷൻ പ്രിൻസിപ്പിൾസ് ആയിക്കോട്ടെ, ഇതെല്ലാം ലോ പ്രോബബിലിറ്റി റീജിയൻസിലാണ് വരുന്നത്. എങ്കിലും ലോ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, ഒരു 4 തവണയൊക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ച് ലോ, ബട്ട് ഇറ്റ് ഇസ് ഓൾസോ ഹാവിംഗ് എ റെലവൻസ് എന്നുള്ളതാണ്. പിന്നെ ബ്ലോക്ക് 4 വരുമ്പോഴത്തേക്കും നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പെൻഡുലം മോഷൻ, അങ്ങനത്തെ ഹാർമോണിക് ആയിട്ട് പോകുന്നത്, ഓസിലേഷൻസ്, ഡാംഡ് ഓസിലേഷൻ, അങ്ങനത്തെ മീഡിയം പ്രോബബിലിറ്റിയാണ്. പിന്നെ വേവ്, ട്രാവലിംഗ് വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ജസ്റ്റ് ഒരു പോർഷൻ ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഈ പറഞ്ഞതുപോലെ മീഡിയം പ്രോബബിലിറ്റിയിൽ വരുന്നതാണ്. ട്രാവലിംഗ് വേവ്സ് ആണ് ബേസിക്കലി ഉദ്ദേശിച്ചു വരുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കി വരികയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് 2, അതായത് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് മെക്കാനിക്സ് എന്ന് പറയുന്നതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ മിനി പാർട്ടിക്കൽ സിസ്റ്റം. അത് കഴിഞ്ഞിട്ട് മാത്തമാറ്റിക്സിന്റെ പ്രിലിമിനറീസ്. ഏറ്റവും ലാസ്റ്റ് ആണ് ഹാർമോണിക്സ് ചോദിക്കുന്നത്, ഹാർമോണിക് ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്ലോക്ക് 2 എന്ന് പറയുന്നത്, ബ്ലോക്ക് 2 എങ്ങനെ പോയാലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മെക്കാനിക്സ് പേപ്പർ പഠിക്കുമ്പോൾ മെക്കാനിക്സിന്റെ കാര്യങ്ങൾ അറിയാണ്ട് പിന്നെ നമ്മൾ വേറെ എന്ത് പഠിച്ചിട്ട് എന്താ കാര്യം? ഇത് അങ്ങനെ. പിന്നെ ഇത് ഹീറ്റ് മാപ്പ് ആണ്. ഹീറ്റ് മാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹയർ കളറിലുള്ളത് എന്ന് പറഞ്ഞാൽ കളർ ബാറിന്റെ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് അതിന്റെ ഇമ്പോർട്ടൻസ് കൂടുകയാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കളർ കൂടുന്തോറും അതിന്റെ റെലവൻസ് കൂടും. നിങ്ങൾ ഈ ഒരു സംഭവം നോക്കിയാലും മതി, അല്ലെങ്കിൽ നേരത്തെ ബോക്സ് നോക്കിയാലും മതി. ഹീറ്റ് മാപ്പ് യൂസ് ചെയ്യണമെന്നില്ല, അത് ജസ്റ്റ് ഒരു വിഷ്വൽ റെപ്രസെന്റേഷന് വേണ്ടി നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഹൈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്? ന്യൂട്ടൺസ് ലോസ്, അതിന്റെ ഫ്രെയിംസ്, അത് ന്യൂമറിക്കൽസ് ആയിട്ടും 2 മാർക്ക് ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ റിപ്പീറ്റഡ് ആയിട്ട് അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ചെറിയ സെപ്പറബിൾ ആയിട്ടുള്ള ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഏതാണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് IF ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ഫോഴ്സസ് ആണ് കൂടുതൽ ചോദിച്ചു ഇരിക്കുന്നത്. ഫ്രീ ബോഡി ഡയഗ്രാം, ഓക്സിലറി ഇക്വേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ, പിന്നെ കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഈക്വൽ ഏരിയാസ്. പിന്നെ നമ്മുടെ കെപ്ലേഴ്സ് ലോസ് ഒക്കെ വരുന്നുണ്ടല്ലോ, ഈക്വൽ ഏരിയാസ് സ്വെപ്റ്റ് ബൈ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൂഫ് ഒക്കെ, അതും ഇതിനകത്ത് കൂടുതൽ ഈൽഡ് ചെയ്യുന്നതാണ്. പിന്നെ കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്, അതാണ് ഇനിയിപ്പോ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്നാണ്. വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ എന്താണ് അളക്കുന്നത്? നിങ്ങളുടെ കൺസെപ്ഷ്യൽ നോളജ്, നിങ്ങളുടെ ഡെഫിനിഷൻ 1 to 2 സ്റ്റെപ്സിൽ നിങ്ങൾക്ക് കാര്യം പറയാനായിട്ട് പറ്റുമോ എന്നുള്ളത്. പെട്ടെന്ന് നിങ്ങളോട് ഇമ്പൾസ് എന്താണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജിയെ പറ്റി സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. ഓവറോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ mv² ആണെന്ന് പറയാനായിരിക്കില്ല. പാർട്ടിക്കിളിനെ ഒരു സിസ്റ്റം, പാർട്ടിക്കിൾ അല്ല ഒരു സിസ്റ്റത്തിനെ നിങ്ങൾക്ക് തന്നിട്ട് അതിന്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും എന്നുള്ളതൊക്കെ ആയിരിക്കും. കൺസെപ്ഷ്യൽ നോളജ്, അതായത് എന്ത് മനസ്സിലായി എന്നുള്ളത് അളക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഫ്രീ ബോഡി ഡയഗ്രാംസ് ചോദിക്കാറുണ്ട്. ന്യൂമറിക്കൽസിന്റെ കൂടെ ചോദിക്കുന്നതാണ് ഫ്രീ ബോഡി ഡയഗ്രാംസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് തന്നെ ന്യൂമറിക്കൽ ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഡെറിവേഷൻ, പ്രൂഫ്, ഇത് നിർബന്ധമാണല്ലോ. ഇപ്പം മെക്കാനിക്സ് നല്ല ഫിസിക്സിലെ പേപ്പറിൽ പ്രൂഫും ഡെറിവേഷനും ഇല്ലാണ്ട് ഒരു സെക്ഷൻ ഉണ്ടാവും, എന്തായാലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ളതാണ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഫ്രീ ബോഡി ഡയഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്തിനാണ്? ഈ ഫ്രീ ബോഡി ഡയഗ്രാം എഴുതുന്നതിനാണ്, ആ ഡയഗ്രാം വരയ്ക്കുന്നതിനാണ്. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്യരുത്, ദയവ് ചെയ്ത് ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിന് പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ലേബല് ചെയ്യാനായിട്ട് പഠിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫിഗർ ലേബല് ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു ഡയഗ്രാം ലേബല് ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് അതിനെ പറ്റിയിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള നോളജ് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപാട് എന്താ പറയാ, ആർട്സ് പേപ്പർ പോലെ ഒരുപാട് എഴുതുക എന്നുള്ളതല്ല സയൻസ് പേപ്പറിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യു കം ഡയറക്ട്ലി ഇൻ ടു ദ പോയിന്റ്, പുട്ട് ഇറ്റ് ഡയറക്ട്ലി ഓൺ ദ പേപ്പർ എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ്സ്, ഡയറക്റ്റ് ഡെഫിനിഷൻസ്, ക്വിക്ക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ്, സിംഗിൾ ലൈൻ ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻസ്, അതൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളായിരിക്കും, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ചെയ്യാൻ അറിയുന്നുണ്ടായിരിക്കും, പെട്ടെന്ന് നിങ്ങളോട് ഇമ്പൾസ് എന്ന് ചോദിച്ചാൽ എന്താണെന്ന് അറിയില്ല, ഇനർഷ്യ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും. പിന്നെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വേരിയബിൾ സെപ്പറബിൾ ഒക്കെ
നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഓക്സിലറി റൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ബേസ് ആണ്, വളരെ ബേസ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഓൾറെഡി മാത്സിൽ പഠിക്കുന്നുണ്ടാവും. അത് തന്നെയാണ് ഇതിലും വരുന്നത്. കാൽക്കുലസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് വന്നിട്ടുള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ അതൊക്കെ തന്നെയാണ് ബൗണ്ടറി വാല്യൂ ഫിക്സ് ചെയ്തിട്ട് ഉള്ളത്. മാത്സിലുള്ള അത്രയും ഹെവി ആയിട്ട് ചെയ്യണ്ട. ഇതിനകത്ത് നമ്മൾ ടിപ്പിക്കൽ ആയിട്ട് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്തു വെച്ചാൽ മതി. ഡെറിവേഷൻ പ്രൂഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫിഗർ വേണം, ഇൻട്രൊഡക്ഷൻ വേണം, കണ്ടന്റ് വേണം, കൺക്ലൂഷൻ വേണം. പ്രൂഫിന് കണ്ടന്റ്, കൺക്ലൂഷൻ, ഇൻട്രൊഡക്ഷൻ ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ഒരു ആവശ്യമില്ല. ജസ്റ്റ് മെൻഷൻ എന്താണ് നമ്മുടെ ടോപ്പിക് സെന്റൻസ്, അതായത് എന്താണ് ചോദിച്ചിരിക്കുന്നത്, അതാണ് നമ്മുടെ എയിം. അതിൽ നിന്ന് തുടങ്ങുക. എന്നിട്ട് ഡയഗ്രത്തിൽ എന്തൊക്കെയാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഒന്ന് ക്ലാസിഫൈ ചെയ്യുക. ദെൻ ഗോ ഡയറക്ട്ലി ഫോർ ദ ഡെറിവേഷൻ. ഡെറിവേഷനിൽ നിങ്ങൾ എന്താ പറയാ, എയറിന്ന് ഇക്വേഷൻസ് എടുത്ത് എഴുതരുത്. ഇൻ റെഫറൻസ് ടു ഇക്വേഷൻ നമ്പർ, അല്ലെങ്കിൽ ഇൻ റെഫറൻസ് ടു കെപ്ലേഴ്സ് ലോ, അല്ലെങ്കിൽ ഇൻ റെഫറൻസ് ടു ദ എന്താ പറയാ ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറഞ്ഞിട്ട് എഴുതണം. എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഇൻ റെഫറൻസ് ടു ന്യൂട്ടൺസ് ലോ ആണെന്ന് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ എക്സാമിനർക്ക് അറിയാത്തത് കൊണ്ടല്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറയും. ഓക്കെ, അങ്ങനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എങ്ങനെയാണ്, എങ്ങനെയാ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മാർക്സിന്റെ 3 സബ് പാർട്സ് ഒക്കെ ആയിട്ടാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. ഡിസംബർ 2022 മുതൽ ജൂൺ 2025 വരെയുള്ള ലാസ്റ്റ് 5 സെഷൻസ് ആണ് നമ്മളിവിടെ ആവറേജ് ആയിട്ട് നോക്കിയിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് അതിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ആവറേജ് പേപ്പർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമ്മുടെ ബ്ലോക്ക് 3 എന്നാണ്, പിന്നെ ബ്ലോക്ക് 2 എന്നാണ്. ബ്ലോക്ക് 2 ആണ് ഏറ്റവും മാർക്ക് കൂടുതൽ വരുന്നത്, പിന്നെ ബ്ലോക്ക് 3, ദെൻ വിൽ ഗോ ഫോർ ദ ബ്ലോക്ക് 1. കാരണം അത് മാത്തമാറ്റിക്കലാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ടാവും ഇതിൽ നിന്നാണെങ്കിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ബ്ലോക്ക് 1 നിന്നായിരിക്കും. പിന്നെ ബ്ലോക്ക് 4 14 മാർക്സ്, റിലേറ്റീവ്ലി സെയിം മാർക്സ് ആണ് ഇതിന്റെ രണ്ടിനും അലോക്കേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു ട്രെൻഡ് ഇവാലുവേഷൻ ആണ്. അതായത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, ഫ്രീ ബോഡി ഡയഗ്രം എന്നൊക്കെ പറയുന്നത് ആദ്യം ഒരു ഡിക്ലൈനിങ് ട്രെൻഡ് ആയിരുന്നെങ്കിലും പിന്നെ അതിനൊരു സ്റ്റഡി ട്രെൻഡാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ബാക്കി 3 വെരി ഷോർട്ട് ആൻസർ, ഓർഡിനറി ഡിഫറൻഷ്യൽ, മാത്തമാറ്റിക്സ് സൊല്യൂഷൻസ്, ഡെറിവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ള പേസ് ആണ്. മൊത്തത്തിൽ ഇതിന്റെ ആവറേജ് എടുക്കുമ്പോൾ ഈക്വൽ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫുഡ് നോട്ട്സും കാര്യങ്ങളാണ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഓക്കെ, ഇനി പ്രിപ്പറേഷൻ ടെക്നിക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു 2 hour പേപ്പർ, അതായത് 120 minutes ആണ്, 50 മാർക്സിന്റെ പേപ്പറാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ പോകുന്നത് എന്തിലാണ്? ന്യൂമറിക്കലിലാണ്. അപ്പൊ അതിനൊരു 70 minutes കൊടുക്കുക. വെരി ഷോർട്ട് ആൻസർ ടൈപ്പിന് നിങ്ങൾ അധികം സമയം കൊടുക്കില്ല. നിങ്ങൾ എഴുതാനുള്ള സമയം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കാരണം ആലോചിച്ച് പിടിച്ചിരിക്കാനുള്ള സമയം നിങ്ങൾക്കില്ല. കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ബാക്കി നിങ്ങൾ ഈ ഡെറിവേഷനും കാര്യങ്ങളും എടുക്കുക. അപ്പൊ ആദ്യം നിങ്ങൾക്ക് അറിയാവുന്ന ഡെറിവേഷൻ പ്രൂഫ്, അതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഗോ ഫോർ ദാറ്റ് ഫസ്റ്റ്, ദെൻ ഗോ ഫോർ ദ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. പിന്നെ ന്യൂമറിക്കൽ ചെയ്യുക. ന്യൂമറിക്കലിന് കൂടുതൽ സമയം പിടിക്കും. ആദ്യം നിങ്ങൾക്ക് ആലോചിക്കണം, കണ്ടുപിടിക്കണം, തെറ്റിക്കണം, വീണ്ടും എഴുതണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യേണ്ടതല്ലേ. അപ്പൊ അതിന് കുറച്ച് സമയം കൂടുതൽ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ന്യൂമറിക്കൽസ് കണ്ടാൽ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിട്ട് ലേണേഴ്സിന് കണ്ടുവരുന്നുണ്ട്. അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഭയങ്കര എളുപ്പമാണ്. ആ പരിപാടിയൊക്കെ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ ജസ്റ്റ് ആ തന്നിരിക്കുന്ന വാല്യൂസ് എടുത്ത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അതിന് പ്രോബ്ലം ചെയ്ത് പഠിക്കണം. ടെർമിനൽ എൻഡിലെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. ESTയിലും കുറെ പ്രോബ്ലംസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും മാപ്പിനകത്ത്. അതും ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്? ഇംപൾസ്, ലീനിയർ മൊമെന്റം, നമ്മുടെ ബാറ്റ്, ബോൾ, വെഹിക്കിൾ, കൊളീഷൻസ്, ഇതൊക്കെ 6 times ചോദിച്ചിട്ടുണ്ട്. ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാംസ് ഓഫ് ദ ബ്ലോക്ക് വൈസ്, ബ്ലോക്ക്, ബോക്സ്, ക്രേറ്റ് ആൻഡ് കമ്പ്യൂട്ട് ദ ആക്സലറേഷൻ. അത് ന്യൂമറിക്കലിൽ വരുന്ന ഒരു സംഭവമാണ്. പിന്നെ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷന്റെ ഇക്വേഷൻ, സൊല്യൂഷൻ, എനർജി റിലേഷൻ, വർക്ക് എനർജി തിയറം, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ട്രാൻസ്ഫർ, മൊമെന്റ് ഓഫ് ഇനർഷ്യ, ടോർക്ക്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, ഫ്ലൈ വീല്. നിങ്ങൾക്ക് ഫ്ലൈ വീല് ഈ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ ലാബ് ആക്ടിവിറ്റി ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് തന്നെ ഫ്ലൈ വീല് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഫ്ലൈ വീലൊക്കെ. പിന്നെ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ, സൂപ്പർ പൊസിഷൻ, ലെസാഗ്വസ് ആ ഒരു
പെർപെൻഡിക്കുലർ തിയറി, കൊളീഷൻസ് കാര്യങ്ങളൊക്കെ, വെർട്ടിക്കൽ ഓർ യൂണിഫോം സർക്കുലർ മോഷൻ, സോൾവ് ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലോഗരിതമിക് ഡിക്രിമെന്റ്, അതായത് ഡാമ്പിങ്ങിന്റെ വീക്ക് ഡാമ്പിങ്ങിന്റെ ഒക്കെ വരുന്നത്. അപ്പൊ ഇപ്പൊ പറഞ്ഞ അതേ കാര്യങ്ങളുടെ ആവറേജ് മാർക്സ് എത്രയാണെന്നുള്ളത്. ഏറ്റവും കൂടുതൽ മാർക്ക് ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താ, വർക്ക് എനർജി തിയറത്തിനും മൊമെന്റ് ഓഫ് ഇനേർഷ്യ അതിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത്. പിന്നെ നമ്മുടെ സൂപ്പർ പൊസിഷൻ, അത് കഴിഞ്ഞിട്ട് ഇമ്പൾസ്, പിന്നെ 3.8 നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇത് നിങ്ങൾ കുറച്ചൊന്ന് എന്താ പറയാ ഫോക്കസ് ചെയ്ത് നോക്കാനായിട്ട് ഇതാക്കാം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ, ടെൻഷൻ ഒക്കെ പറയുന്നത്, അതായത് നമ്മളിങ്ങനെ ഒരു ഒബ്ജക്റ്റ് കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടാൻജൻഷ്യലി എങ്ങോട്ട് പോവും, അതിന്റെ ടെൻഷൻ എങ്ങോട്ടാണ്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ന്യൂമറിക്കൽ ബേസ്ഡ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് 31%, അതർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 68.1%. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് എന്നേ അർത്ഥമുള്ളൂ. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും. പിന്നെ എന്താ, ന്യൂമറിക്കലിന് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരേ ടൈപ്പ് തന്നെ ചോദിക്കുന്നുണ്ടാവും. അതിപ്പോ ഡിഫറെന്റ് ആയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനിൽ കൂട്ടാനായിട്ട് പറ്റില്ലല്ലോ. ഇപ്പൊ മാസ് 3 മാറി 2 ആയി കഴിഞ്ഞാൽ നമ്മൾ മൊത്തം സിസ്റ്റം മാറിയില്ലേ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ടെർമിനൽ എൻഡിലെ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് കമ്പ്യൂട്ട് ചെയ്താൽ തന്നെ അത്യാവശ്യത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ആ ഒരു നോളജ് കിട്ടും. കാരണം അത് ഒറ്റയ്ക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരാൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ 5 മിനിറ്റ് 12 മിനിറ്റ് അങ്ങനെ സെക്കൻഡ്സ് ഒക്കെ വെച്ചിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് പഠിക്കുക. അതൊരു സ്ട്രാറ്റജിക്കലി അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോളൂ. അതിലൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ബട്ട് ഈ സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. കാം ആയിട്ടിരുന്ന എക്സാം എഴുതി കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾ കാര്യങ്ങളൊക്കെ ശരിയാക്കും. ഒരു കൺസെപ്റ്റ്, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ആവർത്തന വിരസത എന്ന് പറയും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. അത് മാറും. അപ്പൊ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ എഴുതാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. ഓക്കെ. ഇനി ടോപ്പിക് പ്രോബബിലിറ്റി, ഏതൊക്കെ ടോപ്പിക് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഹൈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാണ്. പിന്നെ വെക്ടർ ഓൾജിബ്ര ആണ്, ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ്, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ. അത് ഈ പറഞ്ഞ പോലെ പ്രോബ്ലത്തിൽ തന്നെ വരുന്നതാ. പിന്നെ ഈ പറഞ്ഞതുപോലെ വെക്ടർ ഓൾജിബ്ര, നമ്മുടെ വെക്ടർ ഫംഗ്ഷൻസ്, അതൊക്കെ ലോ പ്രോബബിലിറ്റിയിൽ വരുന്നതാണ്. പിന്നെ ബ്ലോക്ക് 2 വരുമ്പോഴത്തേനും ന്യൂട്ടൺസ് ലോസ് ആൻഡ് ഫ്രെയിംസ്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയായിരിക്കും ഇവിടെയും ടോപ്പിക് പ്രോബബിലിറ്റിയിൽ കൂടുതലായിട്ട് വരുന്നുണ്ടാവുക. പിന്നെ ഫോഴ്സസ്, നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാംസ്, അതൊക്കെയാണ്. ടെൻഷ്യൽ എനർജി, കൺസർവേറ്റീവ്, ഇതൊക്കെ അതായത് ഹൈ പ്രോബബിലിറ്റിയിലുള്ളത് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. മീഡിയം പ്രോബബിലിറ്റിയിലുള്ളത് നോക്കുക. ലോ പ്രോബബിലിറ്റിയിലുള്ളത് HP എങ്കിലും വായിച്ചിട്ട് പോകാനായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആവും ആ ഒരു സംഭവം എന്താണെന്നുള്ളത്. എന്തെങ്കിലും എഴുതാമല്ലോ നമുക്ക്, എന്തെങ്കിലും എഴുതുമല്ല, ആൻസർ എഴുതണം, ഇത് വേറൊരു സത്യം. പക്ഷെ അതിനെ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രോബ്ലം വന്നാലും ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള രീതിയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് എപ്പോഴൊക്കെയാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, 4 out of last 6 പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഒരുപാട് തവണ എക്സാം നടന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്റർ സ്ട്രിപ്പും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ പ്രയോറിറ്റി ലിസ്റ്റിൽ എപ്പോഴും നിങ്ങൾ കൊടുക്കേണ്ടത് ഏതൊക്കെയാണ്, യൂണിറ്റ് 3, 5, 13. മീഡിയം പ്രോബബിലിറ്റിയിൽ 1, 6, 11, 12, 15, 19 യൂണിറ്റ്സ് ആണ്. യൂണിറ്റ്സ് ആയിട്ടാ പറയുന്നത് കേട്ടോ, ടോപ്പിക് ബ്ലോക്ക് വൈസ് അല്ല, യൂണിറ്റ് വൈസ് അവർ പറയുന്നത്. ലോ പ്രോബബിലിറ്റിയിൽ വരുന്ന എന്ത് ചെയ്യണം, അതിന്റെ സമ്മറി പ്രോബ്ലത്തിന്റെ ഒന്ന് ചെയ്തൊക്കെ പഠിക്കണം. പ്രോബ്ലം ചെയ്ത് പഠിക്കണം. കാരണം സ്പീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് റീഡു ചെയ്യാനും എടുക്കാനുള്ള ടൈം ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഓക്കെ. ഇതാണ് നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. ബാച്ചുലർ ഓഫ് സയൻസ് ജനറൽ അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി, ഈ രണ്ടും സെയിം തന്നെയാണ്. 2 hours പേപ്പറാണ്. മാക്സിമം മാർക്സ് 50 ആണ്. ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി, ഹവർ ഇന്റേണൽ ചോയ്സസ് ആർ ഗിവൺ. ഇതിൽ ഇന്റേണൽ ചോയ്സസ് ആണുള്ളത്. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ചോയ്സസ് വരുന്ന ഇന്റേണൽ ചോയ്സസ് എന്ന് പറയുന്നത്. യു ക്യാൻ യൂസ് കാൽക്കുലേറ്റേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ സിമ്പിൾസിനൊക്കെ യൂഷ്വൽ മീനിങ് ആണ് ഉള്ളത്. സോ ആൻസർ എനി 5 questions. ഇതിന്ന് ഇപ്പൊ 1, 2, 3, 4, 5, 6, 7, 8 ക്വസ്റ്റ്യന് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ ഇതാക്കാനാണ് പറയുന്നത്. ലിഫ്റ്റ് ആക്സിലറേറ്റ് അപ്വേർഡ്സ് അറ്റ് 2.5 meter per second square. 3 kg mass hangs from the ceiling. Find the magnitude and direction of the pseudo force on the mass in the lift frame. അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രെയിമിൽ, ആക്സിലറേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്രെയിമില് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്യൂഡോ ഫോഴ്സിന്റെ എന്തൊക്കെയാ തന്നിരിക്കുന്നത്, നമുക്ക് ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്,
എന്നിട്ട് നമ്മുടെ അടുത്ത് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇനി ക്ലാസിഫൈ ദ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡാഷ് സ്ക്വയർ പ്ലസ് y ഇസ് ഈക്വൽ ടു എക്സ് ബൈ ഓർഡർ ആൻഡ് ഡിഗ്രി. ഏത് ഓർഡർ ആണ് ഏത് ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാൻ ബേസിക് ക്വസ്റ്റ്യൻ ആണത്. ഇനി for a force f of r is equal to minus k r cap by r square, state whether it is central or conservative, giving one reason. Central force ആണോ കൺസർവേറ്റീവ് ഫോഴ്സ് ആണോ എങ്ങനെയാണ് നിങ്ങൾ അത് മനസ്സിലാക്കിയത് എന്നുള്ളത്. A 2 kg crate is pulled with 100 Newton rope at 30 degree above the horizontal along a floor. Compute the normal reaction. നമ്മളിങ്ങനെ ഒരു സാധനം വരച്ചിട്ട് ഒരു റെക്ടാങ്കിൾ പോലത്തെ ഒരു സാധനം വരച്ചിട്ട് നമ്മൾ അതിന്റെ ആംഗിൾ വെച്ചിട്ട് നോർമൽ റിയാക്ഷൻ കണ്ടുപിടിക്കില്ലേ? മുകളിലോട്ടൊരു ഫോഴ്സ് താഴോട്ടൊരു ഫോഴ്സ് n-mg എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ആ ചോദിച്ചിരിക്കുന്നത്. അത് ചെയ്തു നോക്കാം. A wheel start from rest with constant acceleration alpha is equal to 30 rad per second square for 40 seconds. Find the angular displacement. Angular displacement കണ്ടുപിടിക്കാനാണ്. ഇനി ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ആംഗുലർ ആക്സലറേഷൻ ആൽഫ തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ആംഗുലർ ആക്സലറേഷൻ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. A particle moves along x axis under f of x is equal to 4x plus 1 Newton. From x is equal to 0 to x is equal to 2. Calculate the work done. Work done എങ്ങനെയാണ്? ഇന്റഗ്രേഷൻ ചെയ്യുമ്പോഴാണ്. ഇന്റഗ്രൽ എഫ് ഡി എക്സ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻഡ് ചെയ്ത് തരും. അപ്പൊ നമുക്കത് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ആൻസേഴ്സ് എന്തായാലും വരും, നിങ്ങളുടെ ആപ്പിനകത്ത് അതിന്റെ ആൻസേഴ്സ് വരും. ഇനി 0.25 kg mass attached to a spring of constant k is equal to 100 Newton per meter. Execute simple harmonic motion. Find its period. പീരീഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കെ തന്നിട്ടുണ്ട്, പീരീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കെ തന്നിട്ടുണ്ട്, മാസം തന്നിട്ടുണ്ട്. ഇനി 0.2 kg ball changes velocity from 10 meter per second to -6 meter per second in a straight line. Find the impulse on the ball, magnitude and direction. രണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും എന്താ പറയാ 5 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ ഇതിപ്പോ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ, എല്ലാ ക്വസ്റ്റ്യനും അങ്ങ് ചെയ്ത് പഠിച്ചേക്കും കേട്ടോ. അപ്പം കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടും. ഇതുപോലെയൊക്കെയാണ് പ്രോബ്ലംസ് വരുന്നത്, മനസ്സിലായോ? 2 മാർക്കേ ഉള്ളൂ. അപ്പൊ അത്ര സ്റ്റെപ്സേ ചെയ്യാനുണ്ടാവുള്ളൂ എന്നുള്ളത് ഊഹിക്കാം. ഓക്കെ, തന്നിരിക്കുന്നത് എന്നെ എടുത്ത് എഴുതുമ്പോ തന്നെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി സെക്കൻഡ് വൺ, ആൻസർ എനി 2 പാർട്സ്. ഓക്കെ, 3 ഏതെങ്കിലും 2 എഴുതാം. സോൾവ് യൂസിങ് ആൻ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ dy/dx plus 2/xy is equal to x square when y of 1 is equal to 0 എന്ന് പറയുന്ന ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എഫ്, അതിന്റെ കോർഡിനേറ്റ്സ് തന്നിരിക്കുന്ന 3 - 2 1 n acts at a point r is equal to 2 - 1 4 m. Compute the torque about the origin and its magnitude. ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡോട്ട് പ്രൊഡക്റ്റ് ക്രോസ് പ്രൊഡക്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അത് തന്നെ. ഇനി ആ യൂണിഫോം ഡിസ്ക് വിത്ത് മൊമെന്റ് ഓഫ് ഇനർഷ്യ I is equal to 0.8 kg per meter square is driven by a torque tau of t is equal to 5 plus 0.2 t Newton per meter for 0 less than t less than or equal to 10 seconds. Find the final angular speed with the work done on the disk. Work done ആംഗുലാർ സ്പീഡും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വൈസ് വേഴ്സ എങ്ങനെയായാലും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ കണ്ടുപിടിക്കാൻ നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ വെച്ചിട്ട് യൂണിഫോം ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ വരുമ്പോഴത്തേക്കും അതിനൊരു ഫാക്ടർ വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ, അറിയാലോ. അപ്പൊ ആ ഒരു പോയിന്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ആൻസർ എനി 2 പാർട്സ്. 20 kg blocks is on 20 degree rough incline. Mu k is equal to 0.15. It is pulled up the slope by a string of tension T is equal to 120 Newton. Draw the free body diagram. Compute the acceleration along the slope taking g is equal to 9.8 meter per second square. A particle of mass 2 kg starts from rest. F of x is equal to ax square plus a is equal to 3 Newton per meter square. From x is equal to 0 to x is equal to 2. Evaluate the work speed at x is equal to 2 meter. ഇതെല്ലാം പ്രോബ്ലംസ് വരുന്നതാണ്. ഇതിൽ ഏതെങ്കിലും 2 ചെയ്താൽ മതി. ബട്ട് ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം ചെയ്ത് പഠിച്ചിരിക്കണം. ഓക്കെ, for u of x is equal to 1/4 beta x raised to 4 minus half kx square with k is equal to 8 Newton per meter, beta is equal to 2 Newton per meter cube. f of x കണ്ടുപിടിക്കുക, നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുക, എന്നിട്ട് അത് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ ന്യൂട്രൽ ആണോ എന്നുള്ളത് ആ ഇക്വിലിബ്രിയം ഏതാണെന്നുള്ളതും കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, വീണ്ടും ആൻസർ എനി 2 പാർട്സ്. A satellite of mass 1500 kg pulls in an elliptical earth orbit with a perigee rp is equal to 7000 kilometer and
Apogee RA is equal to 10,500 kilometer. Compute the semi-major axis. Semi-major axis, semi-minor axis ആ മറ്റേ നമ്മൾ എലിപ്സ് വരച്ചിട്ടുള്ളത്. അപ്പോജി പെരിജി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്നുള്ളത് അറിയാലോ, അത് ജസ്റ്റ് മാർക്ക് ചെയ്യാനാ. പിന്നെ എന്നിട്ട് ടോട്ടൽ മെക്കാനിക്കൽ എനർജി കണ്ടുപിടിക്കണം, പീരീഡ് കണ്ടുപിടിക്കണം. അതിന് മ്യൂ വാല്യൂ GM ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട്, അത് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഇനി 2 particles of masses 2 kg and 5 kg are at ഈ രണ്ട് പോയിന്റ്സ് -100, 200. The center of the mass coordinate, reduced mass, expressions of the center of mass and relative coordinates കണ്ടുപിടിക്കാൻ. 2 particles M1 M2 വാല്യൂ തന്നിട്ടുണ്ട്. കൊളൈഡ് ഹെഡ് ഓൺ കൊളീഷൻ ആണ്. Head on collision elastically with initial velocities 6 meter per second and -2 meter per second. Determine their final velocity. അതിന്റെ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ആൻസർ ഇൻ 2 parts. ആ മാസ് സിസ്റ്റം, ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം തന്നിട്ടുണ്ട്. നമ്മുടെ SHM ക്വസ്റ്റ്യൻ ആണ്. സ്പ്രിംഗ് മാസ് സിസ്റ്റം തന്നിട്ടുണ്ട്. എന്നിട്ട് ആംപ്ലിറ്റ്യൂഡും പീരീഡും കണ്ടുപിടിക്കുക. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും അറ്റ് x is equal to 3 സെന്റിമീറ്റർ കണ്ടുപിടിക്കുക. പിന്നെ ഒരു വേവ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ വേവ് ഇക്വേഷന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കുക, ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, വേവ് സ്പീഡ് കണ്ടുപിടിക്കുക, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ കണ്ടുപിടിക്കുക. ഇതിന് എന്ത് ചെയ്താൽ മതി? നമ്മുടെ നോർമൽ വേവ് ഇക്വേഷൻ ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്തിട്ട് ഓരോ ടേംസ് എന്താണെന്ന് എടുത്ത് എഴുതിയാൽ മതി. SI യൂണിറ്റ്സിലാണ് ഇതെല്ലാം കിടക്കുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് കമ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ വേവ് ലെങ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ വേവ് സ്പീഡും അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി 2 cars on a frictionless track collide. കാർട്ട് A തന്നിട്ടുണ്ട്, കാർട്ട് Bയുടെ മോഷൻ തന്നിട്ടുണ്ട്. ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്നുണ്ടെങ്കിൽ കാർട്ട് Aയിലുള്ള ഇമ്പൾസ് എന്താണ്? കാർട്ട് Aയിലുള്ള ഇമ്പൾസും കാർട്ട് Bയിലുള്ള ഇമ്പൾസും രണ്ടും കണ്ടുപിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അടുത്ത് കാർട്ട് A മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഇതിനകത്ത് വരുന്നത്. മൊത്തം പ്രോബ്ലംസ് ആണ്. എനിക്ക് മനസ്സിലായി, കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ആണെന്നുള്ളൊരു ഫീൽ വരും. നമുക്ക് ഓൾറെഡി പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പർ ആണല്ലോ, അപ്പൊ ആ രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇത് നല്ല വൃത്തിക്ക് ചെയ്യുക. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ നമ്പർ കുറയുന്നു എന്നുള്ളത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ നമ്പർ കുറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ സ്പ്രിംഗ് മാസ് സിസ്റ്റം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയാ, അതിനെ മാസ് മാറ്റിയാൽ തന്നെ, മാസോ അല്ലെങ്കിൽ അതിന്റെ ഓറിയന്റേഷനോ മാറ്റിയാൽ തന്നെ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കുറവാന്ന് പറയുന്നത്. മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം. ഏറ്റവും കൂടുതൽ ഇപ്പൊ തന്നെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റു ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ആയിരിക്കും. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക, പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ചെയ്ത് നോക്കിയാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും, എന്താണ് എങ്ങനെയാണ് വരുന്നത് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ബാക്കി ഇനി ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതത് LSEs അല്ലെങ്കിൽ മെന്റേഴ്സിനെ കണക്ട് ചെയ്യുക. അപ്പൊ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ ഡിസംബർ എക്സാമിനേഷൻ. നല്ല പോലെ എഴുതാം, കാമായിട്ട് കമ്പോസ്റ്റ് ആയിട്ട് എഴുതാനായിട്ട് നോക്കാം. സോ താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.